നമസ്കാരം. പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ ടി.വി. വി.ഡി. സതീഷിനെതിരെ നൽകിയ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കം ചെയ്ത സംഭവത്തിൽ ഒടുവിൽ അന്തിമ വ്യക്തത വരുത്തി ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭരണകൂടത്തിന്റെയോ യാതൊരുവിധ നിർദ്ദേശവുമില്ലാതെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റ പോലീസിനയച്ച ഔദ്യോഗിക കത്തിൽ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ നീക്കം ചെയ്തതിന് പിന്നിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടലുകൾ ഉണ്ടെന്ന രീതിയിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മെറ്റയുടെ സുപ്രധാന വിശദീകരണം പുറത്തുവരുന്നത്. മെറ്റയുടെ സ്വന്തം ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ വന്ന സാങ്കേതിക പിഴവ് മൂലമാണ് ഈ വീഴ്ച സംഭവിച്ചതെന്നും പിന്നീട് ഇവ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ച 16ഓളം ഉള്ളടക്കങ്ങളാണ് ഫേസ്ബുക്ക് അടക്കമുള്ള മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായത്. ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ മുക്കാൻ സർക്കാരും പോലീസും ഇടപെട്ടു എന്ന തരത്തിൽ വൻതോതിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമായിരുന്നു. എന്നാൽ ആരോപണങ്ങൾ കനത്തതോടെ വാർത്തകൾ നീക്കം ചെയ്യാൻ തങ്ങൾ യാതൊരു നിർദ്ദേശവും മെറ്റയ്ക്ക് നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും കേരള പോലീസും നേരത്തെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. വിവാദം അടങ്ങാതെ തുടർന്ന പശ്ചാത്തലത്തിലാണ് യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം ഓഗസ്റ്റ് 18-ന് മെറ്റയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ചത്. ഈ കത്തിന് മറുപടിയായാണ് മെറ്റ കാര്യങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. സർക്കാരിന്റെയോ കോടതിയുടെയോ പോലീസ് അടക്കമുള്ള നിയമനിർവഹണ ഏജൻസികളുടെയോ യാതൊരുവിധ ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലല്ല റിപ്പോർട്ടർ ചാനലിന്റെ കണ്ടന്റുകൾ തങ്ങൾ നീക്കം ചെയ്തതെന്ന് മെറ്റ രേഖാമൂലം അറിയിച്ചു. മെറ്റയുടെ ഓട്ടോമേറ്റഡ് ഫിൽറ്ററിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താൽക്കാലിക പിഴവുകൾ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പൂർണ്ണമായും സാങ്കേതികപരമായ ഈ തകരാർ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഓഗസ്റ്റ് 15-ഓടെ നീക്കം ചെയ്യപ്പെട്ട 16 കണ്ടന്റുകളും തങ്ങൾ വീണ്ടും പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് മെറ്റ തങ്ങളുടെ കത്തിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വിഷയങ്ങൾ മൂലം പൊതുസമൂഹത്തിലും മാധ്യമരംഗത്തും ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളെയും ആശങ്കകളെയും വളരെ ഗൗരവത്തോടെയാണ് കമ്പനി കാണുന്നതെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. ഒരു സർക്കാർ തല ഇടപെടലുമില്ലാതെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലുണ്ടായ സാങ്കേതിക തകരാർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞതോടെ സംഭവത്തിനു മേൽ പ്രചരിച്ചിരുന്ന വ്യാജ വാർത്തകൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വിരാമമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മെറ്റയിൽ സർക്കാർ ഇടപെടലുകൾ നടത്തി വാർത്തകൾ പിൻവലിച്ച സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും വി.ഡി. സതീശൻ കൃത്യമായി അതിന് ഉത്തരം നൽകിയിരുന്നു. തങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും പരാതിപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് തനിക്കെതിരെയുള്ള വാർത്തയാണെങ്കിൽ പോലും പരാതിക്കാരനൊപ്പം നിന്നുകൊണ്ട് താൻ കൂടെ നിൽക്കാമെന്നതടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായി മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതായത് താൻ ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്യുന്നതിന് ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ വി.ഡി. സതീശന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് മെറ്റയുടെ ഇപ്പോഴത്തെ വിശദീകരണം.